ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ പുതിയ വീഡിയോ. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോയ ദിവസമാണ് ഗൈസ്. ഞാൻ എടുത്തു, പക്ഷേ ഇവിടെ ഒരുത്തൻ എടുത്തു കഴിഞ്ഞിട്ടില്ല. ചേഞ്ചിങ് റൂമിൽ ഈ ആനിമയുടെ ഫോട്ടോയും കണ്ടിരുന്നപ്പോഴാണ് അതേ ഒരുത്തൻ വിളിച്ചത്. വന്നു നോക്കിയപ്പോൾ പോണു ഒരുത്തൻ ഒരു ഊള ഡ്രസ്സ് എടുത്തുണ്ട്. സംഭവം പെമ്പിള്ളേരെക്കാളും കഷ്ടമാണ് ഗൈസ്. അവൻ ഈ കടയിൽ കയറിയിട്ട് അവൻ നോക്കാത്ത ഡ്രസ്സുകളൊന്നുമില്ല. എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടും അവൻ ഇഷ്ടപ്പെട്ട ഒന്നുപോലും കിട്ടിയിട്ടില്ല എന്നാണ് അത്ഭുതം. ഒരു നിമിഷ നേരത്തേക്ക് ഏത് ഗതികെട്ട നേരത്താണെന്തോ ഇവൻ്റെ കൂടെ വന്നതെന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. എന്തൊക്കെ പറഞ്ഞാലും അവൻ നോക്കാത്ത സാധനങ്ങളൊന്നുമില്ല ഗൈസ്. എനിക്ക് അവൻ നല്ലൊരെണ്ണം സെലക്ട് ചെയ്തിരുന്നു. ഒടുക്കം ഒന്നും നടക്കൂലെന്നായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഗൈസ്. കിളിമാനൂർ കടക്കൽ റോഡിൽ വരുന്ന ഒരു അനന്തമുക്കിലുള്ള കടയാണ് ഗൈസ് ഇത്. സത്യം പറഞ്ഞാൽ പ്രൊമോഷൻ ഒന്നുമില്ല ഗൈസ്. സത്യം പറയാം, അവിടുത്തെ പൊറോട്ടയും ബീഫും ഒരു രക്ഷയില്ല. ഞാൻ തന്നെ 3-4 തവണയാണ് പോണത്. പിറ്റേ ദിവസം രാവിലെ തന്നെ അടുത്ത പണിയായിട്ട് ഇവൻ വിളിച്ചത്. എന്നെ വിളിച്ചിട്ട് പറയാം, നെയ്യാറ്റിൻകര വരെ പോകണോളിയ പാസ്പോർട്ട് ഓഫീസറെന്ന്. പോയപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ പോവാം, അത്രയും നേരം അത് വണ്ടിയൊക്കെ ഓടിച്ച് സെറ്റായിട്ട് പോകാമല്ലോ, നല്ല വൈബായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് പോയതാണ്. നമ്മൾ പോയതാണെങ്കിലോ നമ്മുടെ കോവളം ഹൈവേ റോഡില്ലേ, NH റോഡ്, അതുവഴിയാണ് കേസ്. ഏറ്റവും ബെസ്റ്റ് വ്യൂ ആണ് കേസ് അവിടെ എന്ന് പറഞ്ഞാൽ. നല്ല റോഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡും കൂടി അവിടെ. ആദ്യം അവൻ വണ്ടി ഓടിക്കാൻ തന്നില്ലെങ്കിലും ഓട്ടിച്ച് തളർന്നപ്പോൾ അവൻ എനിക്ക് വണ്ടി തന്നു. പിന്നെ അങ്ങോട്ട് ഞാനാണ് കേസ് ഓട്ടിച്ചത്. നെയ്യാറ്റിൻകര പോകണത് തന്നെ പാസ്പോർട്ട് എടുക്കാനാണ്. പാസ്പോർട്ട് എടുക്കാനെന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തോ ഒരു പരിപാടി, പ്രൊസീജിയർ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ട് വരും. ആദ്യം അവിടെ ചെന്നിട്ട് കുറച്ച് തപ്പിയെങ്കിലും അവസാനം ഞങ്ങൾ കണ്ടെത്തി കേസ്. ഇവിടെ കണ്ടില്ലേ ഈ ഒരു മരം, അത് നൈസായിരുന്നു കേസ്. ഇപ്പോൾ ഒരുപാട് മരങ്ങൾ വെട്ടി നശിക്കപ്പെടുന്നുണ്ട്. എന്നാലും അതേപോലെ മരം ആ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടൊരു ഭംഗിയുള്ള കാര്യം തന്നെ. അതിനുശേഷമാണ് ഞാൻ നഗ്നസത്യം മനസ്സിലാക്കിയത്. ഒരു നീണ്ട 3-3.5 മണിക്കൂറത്തെ കാത്തിരിപ്പായിരുന്നത്. എന്നെപ്പോലെ തന്നെ കൂടെ വന്ന് മൂഞ്ചിയ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും ഒരു മൂഞ്ചിയ ദിവസം കൂടി കടന്നു പോകുന്നു. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. ബൈ.